ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ അമ്മയെ അവിടെ നിന്നും പിടിച്ചു വലിച്ച് അങ്ങ് കൊണ്ടുപോവുകയാണ്. കല്യാണിയുടെ ഔദാര്യത്തിൽ അമ്മ ഇവിടെ കഴിയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. പക്ഷേ ഭാനുമതി അമ്മ സമ്മതിക്കുന്നില്ല. ഭാനുമതി അമ്മ പ്രകാശന്റെ കൈ തട്ടി മാറ്റിയിട്ട് അവന്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. എന്നിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നീ എന്നെ കൊണ്ടുപോകുന്നത് എവിടേക്കാണ്? എനിക്കൊരു തല ചായ്ക്കാൻ സുരക്ഷിതമായൊരു സ്ഥലം നീ കണ്ടെത്തിയിട്ടുണ്ടോ? അതുപോലെ തന്നെ എനിക്ക് 3 നേരം ഭക്ഷണം കഴിക്കാൻ, പോട്ടെ ഒരു നേരമെങ്കിലും എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ നീ അതിനുള്ള എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ? അത് പോട്ടെ, നിനക്ക് ഭക്ഷണം കഴിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്തിട്ടുണ്ടോ? അതിനെന്തെങ്കിലും നീ വല്ല മാർഗം കണ്ടിട്ടാണോ നീ എന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്? പിന്നെ നമ്മൾ മാറേണ്ട സമയത്ത് മാറണം. പെൺകുട്ടികൾ തന്നെയാണ് ഏറ്റവും നല്ലത്. നിനക്കൊരു ആൺകുട്ടി ഉണ്ടല്ലോ, അവനെ കൊണ്ട് എന്താ കാര്യമുള്ളത്? നമ്മൾ 2 പേരെ ഉപേക്ഷിച്ച് അവൻ പോയില്ലേ എന്നൊക്കെ ചോദിക്കണം. കേൾക്കുമ്പോൾ എല്ലാം ചോദിക്കുന്നത് കല്യാണിയുടെ മുന്നിൽ വെച്ച് തന്നെയാണ്. പ്രകാശൻ അങ്ങനെ നാണം കെട്ട് തല കുമ്പിട്ട് നിൽക്കുകയാണ്. എന്തായാലും പ്രകാശനെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. പ്രകാശന്റെ കൂടെ ഭാനുമതി അമ്മ പോകുന്നില്ല. അങ്ങനെ തിരികെ വന്നിട്ട് നേരെ കല്യാണിയെ വന്ന് കെട്ടിപ്പിടിച്ച് മാപ്പൊക്കെ പറയുന്നുണ്ട്. കല്യാണിയോട് പറയാണ്, മോള് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കും മോള്, മോള് കൈ വെടിയരുത്, കൈ ഒഴിയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ കല്യാണിയും നമ്മുടെ ഭാനുമതി അമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് അവിടുത്തെ വാർഡനോടൊക്കെ, ഇതെൻ്റെ അമ്മൂമ്മയാണ്. ഒരു സാഹചര്യത്തിൽ അമ്മൂമ്മയുടെ സ്വഭാവമൊക്കെ മോശമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ പോയത് എൻ്റെ അച്ഛനാണ്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ എന്നെപ്പോലെ ഒരാൾ ഇങ്ങനെ ഇവരെ ഉപേക്ഷിക്കണമെങ്കിൽ ഇവരുടെ ദോഷം എന്തൊക്കെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. എന്തായാലും അമ്മൂമ്മയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കണം. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അമ്മൂമ്മയ്ക്ക് ഒരു കുറവും ഇവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഭാനുമതി അമ്മയെ ആ വൃദ്ധസദന ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അവിടെ ഇരുന്ന് ഭാനുമതി അമ്മയുടെ സ്വഭാവത്തിലും അതുപോലെ തന്നെ പെരുമാറ്റത്തിലൊക്കെ നല്ല മാറ്റം വരുന്നുണ്ട്. വൈകുന്നേര സമയത്ത് രാമായണമൊക്കെ എടുത്ത് വായിക്കുകയും അതുപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് നാമം ജപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു മാറ്റം കണ്ട് കല്യാണിക്കൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ കല്യാണി വീട്ടിൽ ചെന്നിട്ട് ഈ ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ ദീപ പറയുന്നുണ്ട്, അവർ മാറുന്നെങ്കിൽ മാറട്ടെ, എന്തായാലും ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാൻ നിൽക്കണ്ട, അവർ അവിടെ നിൽക്കട്ടെ, അവിടെ നിന്ന് കുറച്ച് നാൾ ജീവിതം പഠിക്കട്ടെ. പൊന്നുപോലെ നോക്കി രാജകുമാരനാക്കാൻ നോക്കിയ മകന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ തന്നെ കിട്ടിയല്ലോ, അതുകൊണ്ട് അവിടെ കിടക്കട്ടെ കുറച്ച് നാള്. ഇനി അയാളും അയാളുടെ മോനും നന്നാവണം. അവർ നന്നായതിനു ശേഷം മാത്രമേ, അല്ലെങ്കിൽ അവർക്ക് ഇതിനേക്കാളും വലിയ തിരിച്ചടി ഉണ്ടാകുക അവരുടനെ തന്നെ നന്നായില്ലെങ്കിൽ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ അമ്മൂമ്മ കല്യാണിയുടെ തണലിൽ, കല്യാണിയുടെ ആശ്രയത്തിൽ ആ വൃദ്ധസദനത്തിൽ കഴിയുന്ന കാര്യം അറിയുകയാണ്. അങ്ങനെ വിക്രാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് അമ്മൂമ്മയെ കാണാൻ വേണ്ടിയിട്ട്. അമ്മൂമ്മയോട് പറയുന്നുണ്ട്, എന്തിനാ അമ്മൂമ്മ ഇവിടെയൊക്കെ നിൽക്കുന്നത്, വാ നമുക്ക് പോവാം, ഇവിടെ നിൽക്കണ്ട എന്ന് പറയുകയാണ്. അവളുടെ ഔദാര്യത്തിൽ എന്തിനാ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൻ്റെ മുഖത്തും ഇതുപോലെ തന്നെ ഭാനുമതി അമ്മ തല്ലുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എവിടെയായിരുന്നടാ ഇത്രയും ദിവസം? നിന്റെ അച്ഛനെ ആശുപത്രിയിൽ നിന്ന് ഇറക്കാനും അച്ഛൻ്റെ മരുന്നിനുള്ള ചെലവുകളൊക്കെ നടത്താനും നിന്നെ കണ്ടില്ലല്ലോ, നീ എവിടെ പോയി സുഖിക്കുകയായിരുന്നു? അതുപോലെ തന്നെ ഇപ്പം നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എത്രയായാലും അവൾ ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. അവളെപ്പോഴും നമ്മളെ സംരക്ഷിക്കുക മാത്രമാണ് ചെയ്തത്. അവൾ ചെറുപ്പകാലത്ത് ഞാൻ അവളോട് ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അവൾ എന്നോട് അതിൻ്റെ പകുതി പോലും ചെയ്തിട്ടില്ല. എന്തായാലും അതിനുള്ളതൊക്കെ ഈ വയസ്സാം കാലത്ത് ഞാൻ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് പറഞ്ഞ് ഞാൻ ഇനി നാമം ജപിച്ച് നല്ല ഒരു സ്ത്രീയാവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിന്റെ കൂടെ നീ എവിടേക്ക് വിളിച്ചാലും ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ആട്ടിയിറക്കുകയാണ് നമ്മുടെ വിക്രത്തിനെ അമ്മൂമ്മ ചെയ്യുന്നത്. വിക്രാണെങ്കിൽ നാണം കെട്ട് തലകുമ്പിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗം നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.